അപ്പോൾ ഞാൻ ഈ ഗുഡ് മോർണിംഗ് പറയുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ വൈകുന്നേരമാണ് കേട്ടോ. ഞാൻ ഈ വൈകുന്നേര സമയത്ത് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഇൻട്രോ പറയാണ്. നല്ല മഴയാണ്. മഴയുടെ ശബ്ദത്തിൻ്റെ ഇടയിലൂടെ എൻ്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. ശബ്ദത്തിന് ചിലപ്പോൾ ആ മഴയുടെ സൗണ്ടും കൂടി മിക്സായി വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റോസ്റ്റാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റ്. ഈസി ചിക്കൻ റോസ്റ്റാണ്. ചപ്പാത്തിയുടെ, അപ്പത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെയും ചോറിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റിലുള്ള റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. വിത്ത് ബോണാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൂടുതൽ വിത്ത് ബോണുള്ള ചിക്കനാണ്. പിന്നെ ഇതിലേക്ക് 4 വലിയ സവോള എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവി വേണ്ടതുകൊണ്ടാണ് 4 വലിയ സവോള എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അധികം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ 3 സവോള എടുത്താൽ മതി. പിന്നെ ഇതുപോലെ ഒരു വലിയ പീസ് ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു പീസാണിത്. അത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. നിങ്ങളുടെ കയ്യിൽ എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിലും 3ഓ 4ഓ എടുക്കാം. ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സവോള നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എളുപ്പത്തിൽ വഴറ്റിയെടുക്കാനും അതുപോലെ ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനുമാണ് ഇതുപോലെ ചെറുതായിട്ട് വഴറ്റിയെടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ റോസ്റ്റ് തയ്യാറാക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സവോള വഴറ്റിയതിന് ശേഷം മാത്രം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. പക്ഷേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നതിനേക്കാൾ ടേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി വഴറ്റി ചേർക്കുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോളയുടെ കൂടെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റി കളറ് മാറി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ ഇളക്കിയെടുക്കുക. അധികം ബ്രൗൺ ആയി പോകണ്ട, ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആവശ്യമാണ് കേട്ടോ. ഒരു 1/4 കപ്പ് ചൂടുവെള്ളവും കൂടി നിങ്ങൾ കരുതിയേക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങുമ്പോൾ നമുക്ക് ആ ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സവോള കണ്ടോ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് കളർ മാറരുതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സവോള ആ കരിഞ്ഞ ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളറിലാവുമ്പോൾ തന്നെ ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാൻ ടീസ്പൂൺ അളവിലാണ് എല്ലാം പറയുന്നത്. മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടിക്ക് കുക്കിംഗ് ടൈം കൂടുതലാണ്. അപ്പോൾ മല്ലിപ്പൊടി ഒന്ന് കുക്കായി തുടങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ. മല്ലിപ്പൊടി ഒന്ന് ചൂടായി തുടങ്ങി. ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കാനായിട്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഓരോ പൊടികളുടെയും കുക്കിംഗ് ടൈം അനുസരിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം, എരിവുള്ള മുളക് പൊടി ചേർക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, നമ്മുടെ റോസ്റ്റിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2.25 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും നന്നായിട്ട് കുക്കായി വരട്ടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുന്നില്ലേന്ന്. നമ്മൾ തക്കാളി അല്ല ചേർക്കുന്നത്. തക്കാളിക്ക് പകരം വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത്. ചെറിയൊരു പുളി ടേസ്റ്റൊക്കെ ഉണ്ടാവും, പക്ഷേ തക്കാളിയുടെ ആ ഒരു പുളിപ്പായിരിക്കില്ല. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും കൂടി നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. കുറച്ച് സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാലപ്പൊടി ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുറമേ നിന്ന് വാങ്ങിച്ച കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ വീട്ടിൽ പൊടിച്ച കുരുമുളക് പൊടി ആയതുകൊണ്ട് ഒരു 3/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. സ്പൂൺ ചെറുതായതുകൊണ്ടാണ് 2 പ്രാവശ്യം ചേർത്തത്. അപ്പോൾ നമ്മുടെ പൊടികൾ ഏകദേശം ചേർത്ത് കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അത് നമ്മൾ ലാസ്റ്റേ ചേർക്കുള്ളൂ.
നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, ഞാൻ ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പമുള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തീരെ ചെറിയ പീസുകളായിട്ടല്ല, വലിയ പീസുകളായിട്ടുള്ള നമ്മൾ കറി പീസ് എന്ന് പറഞ്ഞ് വാങ്ങിക്കില്ലേ, ആ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ഒന്ന് വേഗം സോഫ്റ്റായി കുക്കായി കിട്ടാനാണ്. നന്നായിട്ട് സോഫ്റ്റായി വരും ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് ചിക്കൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ. ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിനീഗർ ചേർക്കാം 1/2 ടീസ്പൂൺ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചൂടുവെള്ളത്തിൻ്റെ കാര്യം, 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഗ്രേവി എത്രത്തോളം വേണം എന്നുള്ളതനുസരിച്ച് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർക്കാം. ഞാനിപ്പോൾ ഇത് ചപ്പാത്തിക്ക് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ടല്ല, വല്ലാതെ ഡ്രൈ ആയിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിലേക്കിനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ചട്ടിയിലുള്ള മസാലയെല്ലാം നമ്മുടെ ചിക്കനിലേക്ക് പിടിച്ചു കിട്ടും. അതിനാണ് നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ നോൺ സ്റ്റിക്കിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ വെള്ളം ചേർക്കണം എന്നില്ല, ചട്ടിയിലൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ചട്ടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇത് കണ്ടോ ചട്ടിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞു. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ചട്ടിയിൽ പിടിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടോ. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, അത്രയും മതി. ഇത് ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായി വന്നിട്ട് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ കയ്യിൽ തക്കാളിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 1.5 തക്കാളി, മീഡിയം വലിപ്പത്തിലുള്ള 1.5 തക്കാളി മിക്സിയിൽ അരച്ചതിന് ശേഷം അത് ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ. അതിന് കൂടെ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ടൊമാറ്റോ സോസിന് ചെറിയൊരു പുളിയും മധുരവും എല്ലാം ചേർന്നാണല്ലോ. അതുപോലെ നമ്മുടെ തക്കാളിക്ക് ഒരു ചെറിയൊരു മധുരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളിയുടെ കൂടെ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ച് പഞ്ചസാരയെ ചേർക്കാൻ പാടുള്ളൂ, അധികം ഒന്നും വേണ്ട. ഈ ചിക്കൻ ഇപ്പോൾ തന്നെ ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. 10 മിനിറ്റാണ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് വേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ആയത് കണ്ടോ, ചിക്കനിൽ നിന്ന് നന്നായിട്ട് ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്രയും ഗ്രേവിയോടുകൂടി വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇല്ല കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒരു 2 മിനിറ്റും കൂടി തുറന്ന് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുക, വേറെ ഒന്നും ചേർക്കരുത്. അപ്പോൾ ഞാനിത് തുറന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്, ഒരു 1 മിനിറ്റ് മാത്രം. ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ 1 മിനിറ്റ് തിളപ്പിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ വല്ലാതെ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത്, ലാസ്റ്റായിട്ട് ചേർക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ. ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് ആ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ നിൽക്കുക. പെരിഞ്ജീരകം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അധികം ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ടല്ല, അധികം തിക്കായിട്ടല്ല, ഡ്രൈ ആയിട്ടോ അല്ല എടുക്കുന്നതെന്ന്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലത്. അതുകൊണ്ടാണ് ഇതുപോലെ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഒന്ന് ചൂട് മാറിക്കഴിഞ്ഞിട്ട് കഴിക്കുക. കംപ്ലീറ്റ് ചൂട് മാറണ്ട, ചെറുതായിട്ടൊന്ന് ചൂട് മാറിക്കഴിഞ്ഞിട്ട് കഴിക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ചട്ടിയുടെ ചൂടുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കും എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, അധികം സമയം വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പമല്ലേ?
അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏത് റെസിപ്പിയുടെ കൂടെയാണോ, ചപ്പാത്തിയുടെ കൂടെയാണോ, അപ്പത്തിൻ്റെ കൂടെയാണോ, ചോറിൻ്റെ കൂടെയാണോ, ഏതിൻ്റെ കൂടെയാണ് ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇതിപ്പോൾ ഞാനൊരു വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ പുറത്ത് മഴയൊക്കെ തുടങ്ങി, ആ മഴയുടെ സൗണ്ടാണ് നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റട്ടെ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.